ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാട്സപ്പിൽ നമ്മൾ എങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒന്നിലധികം ആൾക്കാർക്ക് ഒരുമിച്ച് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന പേജിന്റെ അകത്ത് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ടായിരിക്കും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് സെലക്ട് ചെയ്യാം. നമ്മുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് 256 ആൾക്കാരെ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പം കുറച്ച് ആൾക്കാരെ നമ്മുടെ ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിവിടെ സെർച്ചിൽ ആരെയാണോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവരെ ഈ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ 5 പേരെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും ആൾക്കാരെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് റെസിപ്പിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കുറേ ആൾക്കാരെയും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ബ്രോഡ്കാസ്റ്റിന് നെയിം കൊടുക്കണം. അതിനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ ചേഞ്ച് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് നെയിം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ ആ ഒരു നെയിം ആഡഡ് ആയിട്ടുണ്ടാവും. ബ്രോഡ്കാസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ ലേബൽ ചെയ്തിടാം. ലേബൽ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കാം. അതായത് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ഓപ്പൺ ചെയ്ത് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ 5 പേർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് ചെല്ലുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സ് സേവ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജസ് ചെല്ലത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ നമ്മുടെ നമ്പേഴ്സ് സേവ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജ് അവരുടെ ഫോണിലേക്ക് കിട്ടത്തില്ല. അയച്ച ആ ഒരു മെസ്സേജ് ഈ 5 പേർക്കും ചെന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 പേരിൽ ഒരാളുടെ ഫോണിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു മെസ്സേജ് അവർക്ക് ചെല്ലുന്നത്. അപ്പൊ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒരു ബ്രോഡ്കാസ്റ്റിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ മെസ്സേജസ് ഒരുമിച്ച് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും.